നമസ്കാരം. വിജിലൻസിന്റെ 5ാം പത്തിയും നവകേരള നിർമ്മിതിയും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കൊത്തി തത്ത മുറത്തിൽ കൊത്തി തുടങ്ങിയോ? വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ IAS IPS ലോബിക്കിടയിൽ മുറുമുറുപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോഴിതാ ഒരു വിജിലൻസ് കോടതി പറഞ്ഞിട്ടായാലും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിൻ്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയിരിക്കുന്നു. സ്വതവേ സമ്പന്നനായ ധനകാര്യ സെക്രട്ടറിയുടെ വീടിൻ്റെ അളവെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് വിജിലൻസ്. എന്തായാലും നവകേരള നിർമ്മിതിക്കായി വിജിലൻസ് പത്തി വിടർത്തി ആടുന്നതിനെതിരെ ധനകാര്യ സെക്രട്ടറിയും IAS അസോസിയേഷനും പരാതിയുമായി മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും സമീപിച്ചിരിക്കുകയാണ്. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുക, അതിന് വേണ്ടിയാണ് ഒരു ഗവൺമെൻറ് വന്നിരിക്കുന്നത്. സർ, 5 മാസക്കാലമായി ഈ നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള ഒരു നടപടിയെക്കുറിച്ച് പറയാൻ കഴിയുമോ? 5 മാസമായി കഴിഞ്ഞ 50 കൊല്ലക്കാലമായി ഉണ്ടായിരുന്ന ഭരണത്തെക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ നടപടിയെങ്കിലും എടുത്തിട്ടുണ്ടോ? ആകപ്പാടെ എടുത്തൊരു നടപടി ഇന്നിപ്പോൾ നമ്മളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ വീട് റെയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. സർ, നവകേരള സൃഷ്ടിക്ക് തടസ്സം നിൽക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നാണോ ഗവൺമെന്റ് പറയുന്നത്? ആദ്യത്തെ ഒരു നടപടി ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന അതാണ്. സർ, ഇവിടെ 5 മാസം ധനകാര്യ വകുപ്പ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്താണ് നിങ്ങൾ നവകേരള സൃഷ്ടിക്ക് വേണ്ടി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞ VS സർക്കാർ 3 പൂച്ചകളെ മൂന്നാർ മല കയറാൻ അയച്ചതുപോലെയായി. പൂച്ചകൾക്ക് നല്ല കയ്യടി കിട്ടി. പക്ഷേ പാർട്ടിക്കാരെ തൊട്ടപ്പോൾ പൊള്ളി. പൂച്ചകൾ എലികളായി മലയിറങ്ങുകയും ചെയ്തു. ഹീറോയിസം ഒന്നും നമ്മുടെ സെറ്റപ്പിൽ നടക്കില്ല. വിജിലൻസ് അധികം വൈകാതെ പത്തി താഴ്ത്തേണ്ടി വരും. ഇടുക്കി ജില്ലയുടെ മണി ആശാൻ എന്ന MM മണിയുടെ ശരിക്കുള്ള ഒരു പ്രകടനം നിയമസഭയിൽ ഇത്തവണ ഇതുവരെ ഉണ്ടായിട്ടില്ല. മണി ആശാൻ ഓങ്ങി വച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിൽ കൈയും കലാശവും കാട്ടി ആശാൻ ഒരു പ്രകടനം തന്നെ നടത്തി. സഭ സ്തംഭിച്ച് ഇരിപ്പായി. ഇല്ലേ പ്രതിപക്ഷ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ സോളാർ തട്ടിപ്പിന്റെ പേര് നടത്തിയ പ്രക്ഷോഭണമെല്ലാം 100% ശരിയാണെന്നല്ലേ ഇപ്പൊ ബാംഗ്ലൂർ കോടതിയുടെ വിധി അടക്കം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ചുമ്മാതാണോ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പറയുന്നത്? അദ്ദേഹത്തെ കേട്ടില്ല ഇല്ലേ? കോടതി അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് പുള്ളിയുടെ വാദം കേൾക്കണമെന്നുള്ള ന്യായമാണല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇപ്പൊ ഉന്നയിച്ചത് എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾ പ്രകോപനം കാണിക്കരുതെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. തികച്ചും ന്യായമല്ലേ? 4 പ്രാവശ്യം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. 4 ആണേ 4, 3 ആണേ 3, ഒരെണ്ണം കുറച്ചു സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നിട്ട് വിധി വന്നു കഴിഞ്ഞപ്പോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് എന്റെ വാദം കേട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ മിതമായ ഭാഷയെ പറഞ്ഞ 1-ാം തരം തട്ടിപ്പാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് പാർലമെന്ററി ആണോ എന്നൊന്നും എനിക്കറിയാൻ മേല. ഞാനെങ്കിലും ആ പദം പ്രയോഗിക്കുകയാണ് ഇവിടെ. പാർലമെന്ററി ആയാലും അൺപാർലമെന്ററി ആയാലും മണി ആശാൻ മനസ്സിൽ തോന്നുന്നതെല്ലാം 1, 2, 3 എന്ന് എണ്ണി വിളിച്ചു പറയും. അങ്ങനെ പറഞ്ഞാണല്ലോ ഒരിക്കൽ അകത്തായത്. തത്വം പറയാനൊന്നും മണി ആശാൻ ഇല്ല എന്ന് വെച്ച് മണി ആശാനെ കൂവി ഇരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. ഇപ്പോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നു. എന്തെല്ലാമോ ഒരാക്ഷേപം വന്നു, മാന്യമായി രാജിവെച്ചു. ഏത് ആണത്തത്തോടു കൂടി രാജിവെച്ചു ജയരാജൻ.
ഇല്ലേ? അതിനെ പിന്താങ്ങാതെ അത് ശരിയായി എന്ന് പറയാതെ എന്താ മുഖ്യമന്ത്രിയെയും കൂടെ കടന്നാക്രമിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്നത്തെ ഞങ്ങളുടെ മുഖ്യമന്ത്രി LDF-ന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ തട്ടിപ്പിലെ കഥാപാത്രങ്ങളെ പോലെയുള്ള ഒരു കയറി നിരങ്ങുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് PK ബഷീറിനെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഇങ്ങനെ നമ്മൾ എനിക്ക് വലിയ തത്വമൊന്നും അറിയത്തില്ല, ഞാൻ എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നു കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ബഷീർ ചുമ്മാ കൂവണ്ട, നിർത്തുന്നതാ നല്ലത്. ബഷീർ കൂവിയാൽ ഞാൻ അതിന് ശബ്ദത്തെ കൂവേണ്ടി വരും. പിന്നെ അതില്ലാത്ത വഷളാകും, അതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും വഴങ്ങുന്നില്ല എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി ഇനി കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ വരുന്ന മുറയ്ക്ക് നന്നായി വന്നോളും, പോരാത്തതൊക്കെ വന്നുകൊണ്ടിരിക്കും, ഒരു സംശയവും വേണ്ട. സോളാർ ഇതുകൊണ്ടൊന്നും തീരുകയില്ല. 1, 2, 3 പ്രസംഗ കേസ് മുതൽ പോലീസ് എന്ന് കേട്ടാലേ മണിയാശാന് അലർജിയാണ്. CBI ആണെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ടാണ് ഈയിടെ കണ്ടില്ലേ, ഫോൺ ചോർത്തിയെന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞപ്പോ അന്വേഷണത്തിനെ പറ്റി പറയുക, ഇവിടെ വലിയ വാദം നടത്തിയിട്ടുണ്ട് ഇല്ലേ? CBI പറയാ, CBI തയ്യാറാണെന്ന് അന്വേഷിക്കാൻ. എന്ന് പറഞ്ഞ CBI അല്ലേ ഉള്ളൂ ഇവിടെ അന്വേഷിക്കാൻ, വേറെ ഉണ്ടോ? അവന്റെ സംവിധാനം ഇവിടെ ഉള്ളൂ ഇതൊക്കെ അന്വേഷിക്കാൻ. ചുമ്മാ ഒരുമാതിരി ഏർപ്പാടല്ലേ നിങ്ങൾക്ക്. വിജിലൻസ് കേസ് കേട്ടപ്പോഴത്തേനും നിങ്ങൾക്ക് വെപ്രാളമാണ്, പ്രശ്നമാണല്ലേ. ഇവിടെ ഞങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ ഇമ്മിണി വലിയ പാർട്ടിയായ CPM ഉള്ളതിനാലാണ് ന്യൂനപക്ഷങ്ങളെ ആരും നുള്ളി നോവിക്കാത്തതെന്ന് ലീഗ് നിരയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മണിയാശാൻ വിടവാങ്ങുകയാണ്. മുസ്ലിമുകളുടെ സഹായത്തെ പറ്റി എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ഇവിടെ ബഷീർ പറഞ്ഞു. ഇവിടെ മുസ്ലിം ലീഗ് വളരെ ശക്തിയായത് കൊണ്ടാണ് അവരിവിടെ ആണുങ്ങളുടെ കൂട്ടി ഇങ്ങനെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട മാന്യനായ ബഷീറെ. UP-യിൽ മുസ്ലിം ലീഗ് ഈ കേരളത്തിലെ കഴിഞ്ഞ് മുസ്ലിം കൂടുതലുണ്ട് ഇല്ലേ? ബീഹാറിൽ കൂടുതലുണ്ട്, ഗുജറാത്തിൽ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ കൂടുതലുണ്ട്. എങ്ങനുണ്ട്? വീണപറമ്പി തലയില്ല. അതുകൊണ്ട് അവിടെ വർഗീയവാദികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക വർഗീയവാദികൾ. എന്നാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, മുസ്ലിം ലീഗിന്റെ ബഷീർ മനസ്സിലാക്കിക്കോ. സച്ചാർ കമ്മീഷന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, ബംഗാളിൽ ജ്യോതി ബാസു ഭരിച്ച 33 വർഷക്കാലം ഒരു മുസ്ലിമിനെ പോലും ഞുള്ളി നോവിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന കാര്യം ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ബംഗാളിൽ ഞങ്ങളുണ്ട്, ത്രിപുരയിൽ ഞങ്ങളുണ്ട്. ഇവിടെ നിങ്ങളുടെ ഈ കൂട്ടുകാരുണ്ടല്ലോ, ആരാ? ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഞങ്ങളുള്ളത് കൊണ്ട് രക്ഷയുണ്ട്, ആ കാര്യത്തെ യാതൊരു സംശയവും വേണ്ട. ചുമ്മാ ബഷീറിന്റെ ജലീലിന്റെ എല്ലാം മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. മണിയാശാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ മന്ത്രിയാക്കാൻ കൊള്ളില്ലെന്നാണ് വെള്ളാപ്പള്ളി അങ്ങ് ഉടുമ്പൻചോലയിൽ പോയി പ്രസംഗിച്ചത്. എന്നിട്ടും മണിയാശാൻ ജയിച്ചു, പക്ഷേ മന്ത്രിയായില്ല. മന്ത്രിസഭയിൽ ജയരാജൻ്റെ ഒഴിവുണ്ടല്ലോ, ആശാനെ പരിഗണിക്കാവുന്നതാണ്. രാജിക്കത്ത് മുൻകൂറായി പിണറായി വാങ്ങിവെക്കേണ്ടി വരുമെന്ന് മാത്രം. ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിൽ നിയമസഭയിൽ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം വരെ എടുത്തു പ്രയോഗിച്ചു VD സതീശനും മുല്ലക്കര രത്നാകരനും. പൂവറിയാതെ പൂവിൽ നിന്ന് തുമ്പി തേൻ കുടിക്കുന്നത് പോലെ നികുതി സമാഹരണം പാവങ്ങളെ നോവിക്കാതെ ആയിരിക്കണം എന്നാണത്രേ കൗടില്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ ഈ നിർദ്ദേശത്തിൽ മുല്ലക്കര രത്നാകരൻ്റെ സംശയം അവസാനിക്കുന്നില്ല. ഈ കൗടില്യൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. കൗടില്യൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൗടില്യൻ പറഞ്ഞത് ശരിയാണ്. പൂവിന് നോവാതെ വേണം, പൂവറിയാതെ വേണം തുമ്പി പോയി തേനെടുക്കാൻ. പക്ഷേ സതീശനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ റേഷ്യോ തകർന്നാൽ എന്ത് ചെയ്യും? അതായത് തുമ്പിക്ക് തേൻ കുടിക്കാൻ ആവശ്യത്തിന് പൂവില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? സത്യത്തിൽ കേരളത്തിൽ ആ പ്രതിസന്ധി ഉണ്ട് സാർ. ഒരുപാട് തുമ്പിയുണ്ട്,
ഒരുപാട് തുമ്പികൾ തേൻ കുടിച്ചതിന്റെ ചരിത്രമെല്ലാം കേരളത്തിൽ UDF കാലത്തുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. പക്ഷേ തുമ്പി ആവശ്യത്തിനുണ്ടായിരിക്കുകയും കുടിക്കാൻ പൂവില്ലാതിരിക്കുകയും ചെയ്താൽ സാർ പുതിയ പൂക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു കർമ്മപദ്ധതി കൂടി കേരളത്തിന്റെ പരിസ്ഥിതിയെയും മാനവികതയും സാമൂഹ്യാവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ടേ നമുക്ക് പൂക്കളെ കൂട്ടി ഉള്ള തുമ്പിക്ക് പൂ നോവാതെ തേൻ കുടിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റൂ. കാലിയായ ഖജനാവുമായി വികസിത കേരളം എന്ന സ്വപ്നം കാണാൻ ധനമന്ത്രി ഐസക് എടുത്തത് വലിയ റിസ്ക് തന്നെയാണ്. നെല്ലും കോഴിയും കുറുക്കനും കൊണ്ട് പാലം കടന്ന കർഷകനോടാണ് മുല്ലക്കര ഐസക്കിനെ ഉപമിക്കുന്നത്. പണ്ടൊരു പാലത്തിന്റെ മുമ്പിൽ ഒരു കർഷകൻ വന്നു നിന്ന ഒരു കഥയുണ്ട്. കർഷകൻ വന്നു നിന്നത് ഒരു കുട്ടം നെല്ലും ഒരു കുറുക്കനും ഒരു കോഴിയുമായി വന്നു നിന്നു. പക്ഷേ ആ പാലത്തിലൂടെ ഒരാളെ കൊണ്ട് മാത്രമേ കടക്കാൻ പറ്റൂ. 3 എണ്ണം കൂടെ ചേർത്ത് നടന്നാൽ വീണു പോകും. അത്തരം ഒരു പ്രതിസന്ധി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. പക്ഷേ അദ്ദേഹം ആ പ്രതിസന്ധി മറികടക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽപ്പാലത്തിൽ ഒറ്റയ്ക്കൊരു ചുമടുമായി പോകുന്ന ഈ ധനകാര്യമന്ത്രിയെ, അത് ഭരണകക്ഷിക്ക് വേണ്ടി മാത്രമല്ല പ്രതിപക്ഷത്തിനും കേരളത്തിനും വേണ്ടിയാണ്. നിങ്ങൾ മറിഞ്ഞു വീഴണം എന്ന് പ്രാർത്ഥിക്കരുത്, നടന്ന് നീങ്ങണേ, അക്കരെ എത്തണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇത് കേരളത്തിന്റെ ആവശ്യമാണ്. അന്ന് ആ കർഷകൻ മറികടന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ അല്ല. കാരണം കോഴി, കുറുക്കൻ, നെല്ല് കൊണ്ടുപോയ കോഴിയെ പിടിക്കും, പിന്നെ കുറുക്കനെ കൊണ്ടുപോയ നെല്ല് തിന്നും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടുപോകാനൊക്കൂ. അയാൾ കൊണ്ടുപോയി, കോഴിയെ കൊണ്ടുപോയി അവിടെ നിർത്തി. അപ്പോൾ കുറുക്കൻ നെല്ല് ചെല്ലല, പിന്നെ നെല്ല് കൊണ്ടുപോയി. അപ്പോൾ കോഴിയെ തിരിച്ചുകൊണ്ട് വന്നു, പിന്നെ കുറുക്കനെ കൊണ്ടുപോയി, പിന്നെ വീണ്ടും കോഴിയെ കൊണ്ടുപോയി. അങ്ങനെ രക്ഷപ്പെട്ടെന്നാണ്. അങ്ങനെ ഒരു റിസ്കിലാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു റിസ്കിൽ നിൽക്കുമ്പം നമുക്ക് ഈ പാലം കടക്കണം. നന്ദി, നമസ്കാരം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഗീതയും കുറെ സംശയങ്ങളും. ഇടവേളയ്ക്ക് ശേഷം. പക്ഷെ അത് വെച്ച് ഗീതാ ഗോപിനാഥിനെ ചെറുതാക്കാൻ നിൽക്കണ്ട. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. തോമസ് ഐസക്കും ഗീതാ ഗോപിനാഥും രണ്ടാണ് എന്ന് തന്നെ കാണണം.